ഇന്ന് രാവിലെ എഴുന്നേറ്റോടെ മുതൽ നല്ല കാലാവസ്ഥ കേട്ടോ. കാരണം മുറ്റൊക്കെ നനഞ്ഞു കിടക്കുന്നുണ്ട്. ചെറുതായിട്ടൊരു മഴയൊക്കെ പെയ്തിട്ടുണ്ട്. ഓവറായിട്ടില്ല കേട്ടോ. അപ്പം ഇന്ന് അതിലേറെ ഒരു തണുപ്പും ഉണ്ട് കേട്ടോ. അപ്പൊ വേഗം കാലത്തുള്ള പരിപാടികളൊക്കെ തീർക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്ന് ഷാനയ്ക്ക് സ്കൂൾ കൊണ്ടുപോകാനിതാ ചിക്കനൊക്കെ ഒന്ന് ഐസ് പോകാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ ചായയൊക്കെ റെഡിയാക്കുന്നുണ്ട്. അപ്പൊ ഒരു പോപ്കോൺ വാങ്ങിച്ചു വെച്ചേക്കാണ് കേട്ടോ. അപ്പൊ വൈകുന്നേരം ഒന്നുമില്ലാത്ത സമയത്തൊക്കെ ഞങ്ങൾ ഇതുപോലെ പോപ്കോൺ ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് കാണിച്ചതാണ്. അതൊക്കെ കഴിഞ്ഞ് ഇതേ വന്ന് നോക്കുമ്പോൾ മിന്നൂസിന് മിച്ചർ കൊടുത്ത് കുറച്ച് നേരം ഇരുത്താൻ നോക്കിയതാണ്. ഇവിടെ താഴെ ഫുള്ള് കളഞ്ഞിട്ട് ആകെ ഇതാക്കിയിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ ഷാന സ്കൂളൊക്കെ അല്ല മദ്രസ വിട്ട് വന്നു. അപ്പൊ ഡാൻസ് ഒക്കെ കളിച്ചിട്ട് എന്താ കാട്ടണ്ടെന്നൊരു പിടുത്തമല്ലാതെ മിന്നൂസ് ഓരോന്നും കാണിച്ചു കൂട്ടുന്നത് കേട്ടോ. അപ്പം ഇന്ന് എന്തായാലും ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാന്ന് വിചാരിച്ചു. ഒരു 1 വീക്ക് ആവുമ്പോൾ നമ്മൾ ബെഡ്ഷീറ്റ് ഒക്കെ ചേഞ്ച് ചെയ്യും കേട്ടോ. അതിപ്പം ഓവർ എന്താ പറയാ അലമ്പായിട്ടൊന്നും ഉണ്ടാവില്ല. എന്നാലും വീക്ക്ലി അതങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു സമാധാനം. അപ്പം ഇന്ന് ബെഡ്ഷീറ്റിന് മാച്ചിങ് ആയിട്ടുള്ള തലയണം കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പൊ ഇതിങ്ങനെ ഒരു ബെഡ്ഷീറ്റ് ഡിസൈൻ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പൊ അതിന് നമുക്ക് പില്ലോ കവർ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ അതില്ല വിചാരിച്ചിട്ട് ഇപ്പൊ നമുക്കിത് യൂസ് ആക്കാതിരിക്കാനും പറ്റില്ലല്ലോ പറഞ്ഞിട്ട് അതന്നെ എടുത്ത് വിരിച്ചു. വേറെ ഏതൊക്കെയോ തലയണ കവറാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. അപ്പൊ ഇത് ഇലാസ്റ്റിക് ബെഡ്ഷീറ്റ് അല്ലാത്ത കാരണം തന്നെ ഞാൻ ഇതുപോലെ 4 സൈഡ് ഒന്ന് കെട്ടിയിട്ട് വെക്കും. അപ്പം നമ്മൾ ബെഡിൽ ഫിറ്റ് ആയി നിൽക്കും കേട്ടോ. പിന്നെ എൻ്റെ മെയിൻ ടൂൾ ഇതാണ്. സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ എല്ലാ സൈഡും ഇങ്ങനെ തിരികെ വെച്ചു കൊടുക്കും കേട്ടോ. കാരണം നമ്മൾ അടുത്ത വാഷിന് വേണ്ടി ഇത് എടുക്കുന്നത് വരെ ഒരു അനക്കവും ഇല്ലാതെ ഈ ഒരു ബെഡ്ഷീറ്റ് അവിടെ അനങ്ങാതെ കിടന്നോളൂ കേട്ടോ. നല്ല നീറ്റായിട്ട് തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ ലാസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ബെഡ്ഷീറ്റ് കഴുകുന്നവരെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് കിടക്കും കേട്ടോ. അതാണ്. അപ്പൊ 4 മൂലയൊന്ന് ജസ്റ്റ് ഒരു കെട്ട് കൊടുക്കുക. എന്നിട്ട് ബെഡിന്റെ ഉള്ളിലാക്കി കൊടുക്കുക. അത്രമാത്രം ചെയ്താൽ മതി കേട്ടോ. പിന്നെ 4 സൈഡും നമ്മൾ ഇതുപോലെ ഒന്ന് തിരികെ വെക്കും. അപ്പൊ അതാ ഞാൻ പറഞ്ഞ പില്ലോ കവർ ഇതിനൊട്ടും മേച്ചല്ല. എന്നാലും ഏതോ ഒരു കവർ ഇതിന്റെ ഷോൾ കൊണ്ട് ഞാൻ തന്നെ തയ്ച്ചതാണ് തോന്നുന്നു. അങ്ങനെ ഒരു കവർ. അപ്പൊ ഞാനിത് കാണിക്കുന്നത് കണ്ട് മിന്നും ഇതേപോലെ തലയണ ഇങ്ങനെ പൊങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഞാൻ ചെയ്തില്ല. അതേപോലെ അവളും ചെയ്യുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ. അപ്പൊ ഞാൻ വിരിക്കുന്നത് നോക്കിയിട്ട് ആളിങ്ങനെ സൈഡിൽ നിൽക്കുന്നുണ്ട്. ഈ സമയം ഷാന കഴിച്ചും കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പൊ വേഗം തന്നെ ഇതൊക്കെ ഒന്ന് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പരിപാടികളൊക്കെ ഷാന ആരുള്ള ടൈമിൽ തന്നെ കഴിഞ്ഞു കിട്ടും കേട്ടോ. അതേപോലെ തന്നെ ഫുഡിന്റെ കാര്യങ്ങളും എല്ലാം ഷാന രാവിലെ ഉള്ളപ്പോൾ തന്നെ കഴിയും. അപ്പൊ ഇനി ബാക്കിയുള്ളത് ഇതൊക്കെ ഒന്ന് അലക്കിയിടണം. ഇന്നത്തെ ഒരു കാർമേഘമൊക്കെ കണ്ടിട്ട് ഇന്ന് വെയിലത്തിട്ട് ഉണക്കാൻ പറ്റില്ല. അപ്പൊ ഷീറ്റിനടിയിൽ തന്നെ ഇടണം. പിന്നെ വേഗത ഷാനാക്കി കൊണ്ടുപോകാനുള്ള ലഞ്ച് കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. അതിനിടയിൽ ഞാൻ സ്നാക്സ് ബോക്സ് എടുക്കാൻ മറന്നു. അപ്പൊ അതും വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഷാന സ്കൂൾക്കൊക്കെ പോവാനായിട്ട് റെഡി ആവുന്നുണ്ട്.